തീർച്ചയായിട്ടും ഇതിനകത്ത് നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് നമ്മൾ സാധാരണ മനുഷ്യർ ഇന്ന് ഹോട്ടലുകളിൽ പോകുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇവിടെ പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് അത് ഒരുതരം കണ്ണടച്ചിരുട്ടാക്കലാണ്. ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മ ഇതിനകത്ത് നമ്മുടെ സ്ട്രാറ്റജിക് റിസർവിൽ കുറവുണ്ട്. 60 ദിവസത്തേക്കുണ്ട് എന്നുള്ളത് പറയുന്നു. നമ്മുടെ ഡിപ്പെൻഡൻസ് മുഴുവൻ ഇമ്പോർട്ടിലാണ്. ഇപ്പം നമ്മൾ 2009 KG ബേസിൽ വർക്ക് ചെയ്ത് KG ബേസിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയാണ്. 2014 34 MMSCMD ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ഇപ്പോഴും 35 എത്തിയിട്ടുള്ളൂ. അതിന്റെ കപ്പാസിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കാനോ കഴിയാത്ത ഒരു വലിയ വീഴ്ച ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് രാജ്യം ഉണ്ടാക്കിയ പ്രതിസന്ധി ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2, ഈ ഒരു പ്രശ്നം ഇതെല്ലാം മുൻകണ്ടുകൊണ്ടൊരു ദീർഘവീക്ഷണമുള്ള ഒരു നയം രാജ്യത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു മുൻകരുതലുമില്ല. ഒരു മുൻകരുതലെന്ന് പറഞ്ഞാൽ ഇത് പലതിലും അത് ഇന്ത്യ പാർട്ടിയാണെന്ന് വരുന്ന അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇറാൻ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യ എടുക്കേണ്ട ഒരു നിലപാടുണ്ടായിരുന്നു. ഇന്ത്യ എടുക്കേണ്ട ഒരു നേതൃത്വപരമായ പങ്കുണ്ടായിരുന്നു. അത് നമ്മുടെ നാടിന്റെ സാമ്പത്തികവും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരെയും എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് എടുക്കേണ്ട നിലപാടായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കീഴടങ്ങിക്കൊണ്ടിട്ടുള്ള ഒരു നയം, ആ നയം സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പോലെ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഹോർമൂസിലൂടെ കടന്നു വരുന്ന ഇന്ത്യയുടെ കപ്പലുകളെല്ലാം ഇറാന്റെ ഔദാര്യമാണ്. നമ്മൾ കാണിച്ച നെറിയേട് കാണിച്ചിട്ട് പോലും ഇറാന്റെ ഔദാര്യം കൊണ്ടാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രോ ആയിട്ടുള്ള ഒരു വിദേശ നയം തുടർന്നാൽ നമ്മുടെ ഗ്യാസ് പോകും. ഇന്ത്യ സർവനാശത്തിലേക്കായിരിക്കും, ഒരു സംശയം.